തൃശൂർ പൂരം കലക്കിയതിൽ ത്രിതല അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗൂഢാലോചന ഉണ്ടോ എന്ന് ക്രൈം ബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം അന്വേഷിക്കും. അതുപോലെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ കാര്യത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം, അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP എച്ച് വെങ്കടേഷ് IPSന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക. പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെയുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം IPSനെ ചുമതലപ്പെടുത്തുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ADGPയുടെ റിപ്പോർട്ട് സമഗ്രമായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പൂരത്തിനിടയിൽ നടന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആസൂത്രിതമായിരുന്നു ആ ശ്രമങ്ങൾ എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. അത് ഗൗരവമായി കാണും എന്നും മുഖ്യമന്ത്രി പറയുന്നു. കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൗരവമേറിയ വിഷയമാണ് എന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തെ പറയുന്നു. പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. TG സജിത്ത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സൈത്തെ, ഈ വിഷയം പൂരം ഇന്ന് CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു. വലിയ സമ്മർദ്ദം CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഇതിലെന്തെങ്കിലും ഒരു കൃത്യമായൊരു നിലപാട് പറയേണ്ട ഒരു സമ്മർദ്ദത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. ഒരു വശത്ത്, മറ്റൊരു വശത്ത് അൻവറിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം. ഒരേ സമയത്ത് അൻവറിനെ പ്രതിരോധിക്കണം, അതേസമയം CPIയെ തൃപ്തിപ്പെടുത്തുകയും വേണം. അങ്ങനെയുള്ള ഒരു തൃശങ്കുവിലാണോ മുഖ്യമന്ത്രി ഉള്ളത്? മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം മനു, നമ്മൾ പ്രതീക്ഷിച്ചത് എല്ലാ വിഷയങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പോകുമെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി ചില കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തുന്നുണ്ടെങ്കിലും അവ്യക്തതകൾ നിരവധി അവശേഷിപ്പിച്ചാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്ന സാഹചര്യം ഇതിലുണ്ട്. ഇതിലേറ്റവും പ്രധാനം ADGPയുമായി ബന്ധപ്പെട്ടതാണ്. PR ഏജൻസിയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത അദ്ദേഹം വരുത്തിയില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, അത് ഒരാളുടെ മകനാണ്, അതുകൊണ്ടാണ് അവർക്ക് അതിനുള്ള അവസരം കൊടുത്തത്. അവർ കൂടെ വന്നിരുന്ന ആൾ ഈ ഏജൻസിയിലുള്ള ആളാണോ എന്ന് താൻ അറിഞ്ഞില്ല. പത്രം അത് തിരുത്തി. അപ്പോൾ അതിൽ ഇനി അവ്യക്തത എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും അവ്യക്തതകളുണ്ട്. കാരണം ഈ PR ഏജൻസിയുമായി സർക്കാരിന് ബന്ധമില്ലെന്ന് പറയുമ്പോഴും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അത് ഈ സർക്കാരിൻ്റെ തുടക്കകാലവുമായി ബന്ധപ്പെട്ടാണ്. കാരണം സർക്കാർ നേരിട്ട് PR ഏജൻസിയുമായി ധാരണയുണ്ടാക്കുന്നത് സർക്കാർ തലത്തിൽ ഏതെങ്കിലും കരാറുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് കരാറുകളില്ലാതെ അവരുമായി ധാരണയുണ്ടാക്കുന്നു, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നീട് മറ്റേതെങ്കിലും പദ്ധതിയുമായി ബന്ധപ്പെട്ടോ മറ്റ് കരാറുകളോ സർക്കാരിൻ്റെ മറ്റ് പദ്ധതികൾ പങ്കുവയ്ക്കലോവുമായി ബന്ധപ്പെട്ട നിരവധി PR ഏജൻസികളെ സർക്കാർ അങ്ങനെ ഉപയോഗപ്പെടുത്തി
എന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണമാണ്. ഇതടക്കമുള്ള വിഷയങ്ങളുണ്ട്. മുഖ്യമന്ത്രി എന്തായാലും ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അത് ഒരു പാർട്ടി നേതാവിന്റെ മകന്റെ നിർദ്ദേശപ്രകാരം താൻ അങ്ങനെ ചെയ്തു എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ ഉണ്ടായില്ല. അതായത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറയാതെ ഉള്ള കാര്യങ്ങൾ അച്ചടിച്ചു വന്നെങ്കിൽ അതിൽ പിഴവ് പറ്റിയിട്ടുണ്ട്. ഒരു മാധ്യമത്തിന്റെ ഖേദപ്രകടനത്തിനപ്പുറത്തേക്ക് ഇതിലൊരു അന്വേഷണമോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനോ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന വിഷയം ഉന്നയിക്കുകയാണ്. അതിൽ പ്രധാനമായും മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയില്ല എന്ന വാദം മാധ്യമങ്ങളുടെ വിമർശനമല്ല. തൊട്ടു മുമ്പ് വർഗീസ് ജോർജ് എന്ന RJDയുടെ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവാണ് പറയുന്നത് മുഖ്യമന്ത്രി ഈ PR ഏജൻസി വിവാദത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല, മുഖ്യമന്ത്രി അതിൽ അന്വേഷണം പ്രഖ്യാപിക്കണമായിരുന്നു. അത് തൃപ്തമല്ല എന്ന് പറയുന്നത് പൊതുജനങ്ങളോ മാധ്യമങ്ങളോ അല്ല, മറിച്ച് ഇടതുമുന്നണിക്കകത്ത് തന്നെ അതിൽ ഭിന്നതയുണ്ട് എന്ന് വ്യക്തമാണ്. അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ തൃപ്തരാവാതെ നിൽക്കുന്നത് ഘടകകക്ഷികളാണ്. വരും ദിവസങ്ങളിൽ അത് ആ തരത്തിൽ പ്രകടമാവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ADGP വിവാദത്തിലേക്ക് വന്നാൽ ADGPക്കെതിരെ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചു. പൂരവിവാദം സർക്കാർ വീണ്ടും അന്വേഷിക്കുന്നു എന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്താം. പക്ഷേ അതിനപ്പുറം ADGP അജിത് കുമാർ വീണ്ടും തൽക്കാലത്തേക്കെങ്കിലും സുരക്ഷിതനാണ് എന്ന ഒരു ചിത്രം കൂടി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം പുറത്തു വരുന്നുണ്ട് എന്ന സാഹചര്യമുണ്ട്. അതായത് ADGPക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ വീണ്ടും ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം. അതിൻ്റെ സമയ കാലയളവ് എത്രയാണ് എന്നതിലും മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി ഇന്ന് ADGP അജിത് കുമാറിനെതിരെ നടത്തിയ ഒരു പരാമർശമെന്ന് നമുക്ക് പറയാനാവുന്നത് DGPയുടെ റിപ്പോർട്ടിൽ ADGP അജിത് കുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യം പരാമർശിച്ചിട്ടുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതാണ് മുഖ്യമന്ത്രി ഇതുവരെ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. എന്തായാലും ADGPക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചന മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്, തർക്കമില്ല. പക്ഷേ അത് എപ്പോൾ എങ്ങനെ എന്നതാണ് വിഷയം. ഇവിടെ മുഖ്യമന്ത്രിക്ക് തൃപ്തിപ്പെടുത്തേണ്ടി വരുന്നത് സ്വന്തം പാർട്ടിയിലെയും ഘടകകക്ഷികളിലെയും നേതാക്കളാണ്. അല്പസമയം മുമ്പ് CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം പൂർത്തിയായി. എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം സാധാരണ CPIയുടെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നത് പതിവാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടില്ല. തനിക്കൊന്നും പറയാനില്ല എന്നതാണ് അദ്ദേഹം യോഗത്തിന് മുമ്പും അതിനുശേഷവും എടുത്തിരിക്കുന്ന നിലപാട്. അതായത് ഇക്കാര്യത്തിൽ CPIക്ക് മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല. പറയേണ്ടി വന്നാൽ അത് മുഖ്യമന്ത്രിക്കെതിരെ പറയേണ്ടി വരും എന്നതാവാം ഒരു പക്ഷേ അവരെ കുഴയ്ക്കുന്ന വിഷയം. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ രണ്ടിലും മുഖ്യമന്ത്രി വിശദീകരണം നടത്തുമ്പോഴും അത് ഘടകകക്ഷികൾക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്, അവർക്ക് തൃപ്തരല്ല എന്നൊരു സാഹചര്യമുണ്ട്. സർക്കാരിന് മുന്നിൽ നാളെ അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തെ നേരിടുക എന്നതാണ് സർക്കാരിൻ്റെയും ഭരണമുന്നണിയുടെയും പ്രധാനപ്പെട്ട ചുമതല. പക്ഷേ അവിടെ ചെയ്യേണ്ടി വരുന്നത്, പക്ഷേ അവിടെ ഒറ്റക്കെട്ടായി നിന്ന് ഈ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് കഴിയില്ല, മന്ത്രിമാർക്ക് കഴിയില്ല എന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി വിശദീകരിച്ചെങ്കിൽ കൂടിയും അത് ഇടതുമുന്നണിയിലും ഭരണതലത്തിലും ഒരു ആശയക്കുഴപ്പം അവശേഷിപ്പിക്കുന്നുണ്ട്. സൈത്തെ, ഇതിൽ മറ്റൊരു പ്രധാന വിഷയം ഈ തൃശൂർ പൂരത്തിനിടയിൽ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് ചില നീക്കങ്ങൾ നടന്നു എന്നൊരു ധ്വനി മുഖ്യമന്ത്രിയുടെ വാക്കുകളിലില്ലേ? അത് BJPയുടെ വിജയത്തിലേക്ക് കലാശിക്കാൻ വേണ്ട തരത്തിൽ ഉള്ള ചില ഗൂഢാലോചനകൾ നടന്നു എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി വായിച്ചെടുക്കുക? മനു, അത് വളരെ പ്രസക്തമാണ്. കാരണം ഇതുവരെ ഈ പൂരവുമായി ബന്ധപ്പെട്ട്, പൂരം ബന്ധപ്പെട്ട് അതിലെന്തെങ്കിലും ബോധപൂർവമായി നീക്കം നടന്നു എന്ന കാര്യം CPMോ മുഖ്യമന്ത്രിയോ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പൂരം സംബന്ധിച്ച് ADGP നൽകിയ റിപ്പോർട്ടും അതിലോട് മുഖ്യമന്ത്രിയുടെ കൂട്ടിച്ചേർക്കലും ഇന്ന് നടന്നിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. അതായത് മുഖ്യമന്ത്രിയുടെ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുമ്പോൾ അതിൽ ചില സംഘപരിവാർ ശക്തികളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം മുഖ്യമന്ത്രി പരാമർശിച്ചു പോകുന്നുണ്ട്. ഇതേ വിഷയം തന്നെയാണ് CPI അടക്കമുള്ള അവർ ദീർഘനാളുകളായി പരാതിയായി ഉന്നയിക്കുന്നത്. പക്ഷേ അത് സർക്കാരോ CPM കേന്ദ്രങ്ങളോ ആ തരത്തിൽ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ADGPയുടെ റിപ്പോർട്ട് പരാമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പൊതുവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടോ അതുമല്ലെങ്കിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദം വിലക്കെടുത്തുകൊണ്ടോ മുഖ്യമന്ത്രി ഈ തരത്തിലേക്കെങ്കിലും പൂരത്തിൽ ഒരു വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് ഉദ്യോഗസ്ഥ തലത്തിലാണോ അതല്ല മറ്റെന്തെങ്കിലും ഗൂഢാലോചനയാണോ എന്ന പരിശോധന ഉണ്ടാകുമെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് എന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വന്ന ഒരു മാറ്റമാണോ അല്ലെങ്കിൽ അദ്ദേഹം അല്പം അയഞ്ഞു കൊടുക്കുന്നതാണോ എന്നതിൽ ഒരു സൂചന തീർച്ചയായും ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കുന്ന ചില ശ്രമങ്ങൾ അവിടെ ഉണ്ടായി എന്ന കാര്യമൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അവിടെയാണ് ADGPയുടെ വീഴ്ച പരാമർശിക്കപ്പെടുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ആരോപണ വിധേയനെ തന്നെ അന്വേഷണത്തിന് നിയോഗിച്ച മുഖ്യമന്ത്രിക്കൊടുവിൽ ആരോപണ വിധേയൻ ഈ അന്വേഷണം നടത്തിയ വ്യക്തിക്ക് തന്നെ വീഴ്ച പറ്റി എന്ന സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ പോകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്.
അതുമാത്രമല്ല സാഹിത്യ, അതിൽ DGP ഒരു കുറിപ്പ് നേരത്തെ നൽകിയ റിപ്പോർട്ടിൻ്റെ കൂടെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി ADGPയെ വീട്ടിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതിൻ്റെ അത് പോലീസ് തലപ്പത്ത് നിലനിൽക്കുന്ന ഒരു ആശയക്കുഴപ്പം കൂടി അതിൽ പ്രകടമായിട്ടുണ്ട്. കാരണം സാധാരണ രീതി ADGPയെ പോലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൈമാറുന്ന അന്വേഷണ റിപ്പോർട്ട് DGP സർക്കാരിന് കൈമാറുക എന്ന സാധാരണ നടപടിക്രമമാണ് അതിൽ ഉണ്ടാവാറുള്ളത്. അതായത് തൻ്റെ മേലുദ്യോഗസ്ഥന് ADGP റിപ്പോർട്ട് കൈമാറുന്നു, പോലീസ് DGP അല്ലെ പോലീസ് മേധാവി അത് സർക്കാരിന് കൈമാറുന്നു, സർക്കാരിലേക്ക് ആഭ്യന്തര സെക്രട്ടറിയിലേക്ക് വരുന്ന ഈ റിപ്പോർട്ട് പിന്നീട് അത് പരിശോധനകൾക്കൊടുവിൽ മുഖ്യമന്ത്രിയിലേക്ക് വരുന്നു. ഇതാണ് അതിൻ്റെ നടപടിക്രമം. പക്ഷേ ഇവിടെ DGP ഒരു കൂട്ടിച്ചേർക്കൽ നടത്തി എന്നതാണ് ഇവിടെ ADGP അജിത് കുമാറിന് മുന്നിലും വെല്ലുവിളി ഉയർത്തിയത്. ആ കൂട്ടിച്ചേർക്കലാണ് അതിൽ മുഖവരയായി ADGP അജിത് കുമാറിനതിൽ പിഴവ് പറ്റി എന്ന ഒരു കൂട്ടിച്ചേർക്കൽ അതിൽ DGP നടത്തിയത്. അതാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കോട്ട് ചെയ്യേണ്ടി വരുന്നത്. മുഖ്യമന്ത്രിക്ക് അത് ഒഴിവാക്കാൻ കഴിയാതെ വരുന്നത്. ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് ADGP അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു ഈ DGPയുടെ ഈ സൂചനകൾ ഇല്ലായിരുന്നെങ്കിൽ. എന്തായാലും DGPയുടെ പരാമർശം മുഖ്യമന്ത്രി അത് രേഖയാണ്, ഔദ്യോഗിക രേഖയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അംഗീകരിക്കേണ്ടി വരുന്നു, അതിന്മേൽ അന്വേഷണം നടത്തേണ്ടി വരുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. സാധാരണ രീതിയിൽ DGPയുടെ ഒരു റിപ്പോർട്ട് പരിഗണിച്ച്, അതായത് ADGPക്ക് വീഴ്ച പറ്റി എന്ന റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ, സർക്കാരിന് വേണമെങ്കിൽ ഈ അജിത് കുമാറിനെ ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന ചുമതലകളിൽ നിന്നെങ്കിലും മാറ്റി നിർത്താമായിരുന്നു. പക്ഷേ അതിന് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. മറിച്ച് ഒരു സമഗ്ര അന്വേഷണ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അതൊരു നടപടിയാണെന്നൊക്കെ സർക്കാരിന് വിശദീകരിക്കാം. പക്ഷേ അതിൻ്റെ സമയകാലയളവോ അത് സംബന്ധിച്ച വ്യക്തതയോ ഉണ്ടായിട്ടില്ല. അതായത് ഇടതുമുന്നണിയിലെ CPI അടക്കമുള്ള കക്ഷികൾ ഉന്നയിക്കുന്ന, സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന എന്തുകൊണ്ട് ADGP അജിത് കുമാറിനെ മാറ്റുന്നില്ല എന്ന ചോദ്യത്തിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. അതിൽ ഭരണകക്ഷിയിലെ പ്രമുഖരൊക്കെ തൃപ്തരാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി അങ്ങനെ തുടരെ മാധ്യമങ്ങളെ കാണുന്ന ഒരാളല്ല. സജിത്ത് ഇപ്പോൾ ദീർഘകാലമായി തിരുവനന്തപുരത്ത് ഈ ചാനലിൻ്റെ ദീർഘകാലമായി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ ബ്യൂറോ നിയന്ത്രിച്ചിരുന്നു. അതുകൂടാതെ കുറേ കാലം അല്ലാതെയും ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ മുഖ്യമന്ത്രിയുടെ ഈ ഇടയ്ക്കിടെയുള്ള ഇപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തുടരെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നു എന്നതിൽ നിന്ന് അൻവർ വലിയൊരു സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേൽ ചെലുത്തുന്നു എന്ന ഒരു സംശയത്തിന് അവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ? മുഖ്യമന്ത്രി അങ്ങനെ ഒരു വാക്കങ്ങ് പ്രയോഗിക്കുകയും ചെയ്തു, ഇതാണ് സാഹചര്യമെങ്കിൽ ഇടയ്ക്കിടെ കാണേണ്ടി വരുമെന്ന്. അപ്പോൾ അൻവറിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തണം എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടോ? അത് തീർച്ചയായും മനു, അത് നല്ല നിരീക്ഷണമാണ്. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ അൻവർ ഒരു ബദൽ നീക്കം നടത്തും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പോലും CPM ഇത്തരമൊരു സാഹചര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ബദൽ നീക്കം പലതരത്തിലുണ്ടാവാം. പക്ഷേ ഇവിടെ അൻവർ നടത്തുന്ന നീക്കങ്ങളെല്ലാം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ ഇതിൽ മറുപടി പറയേണ്ടി വരും എന്ന സാഹചര്യമാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തിൻ്റെ ഭരണതലപ്പത്തുള്ള മുഖ്യമന്ത്രി ഇത്ര വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുമ്പോൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ, അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ഭരണതലത്തിൽ നിന്നും കാര്യമായ ഇടപെടലോ ശ്രമങ്ങളോ ഉണ്ടാവുന്നുണ്ടോ എന്ന സംശയമാണ്. മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു, ജോൺ ബ്രിട്ടാസ് രംഗത്ത് വന്നു, ചില ഒറ്റപ്പെട്ട മന്ത്രിമാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറം ശക്തമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ആർജവം ഉള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നു എന്നൊരു സംശയം പൊതുവിൽ ഉണ്ടാവുന്നുണ്ട്. അത് പലപ്പോഴും പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്ത PR ഏജൻസി വിവാദത്തിലടക്കം അത് വേണ്ടത്ര രീതിയിൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്തില്ല എന്ന വിമർശനം CPM നേതൃത്വത്തിന് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കകത്തൊരു വികാരമുയരുന്നുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പുറത്തേക്ക് വരുന്നില്ല എന്നതാണ് സാഹചര്യം. ഇവിടെയാണ് അൻവർ എന്ന പ്രസക്തമായ ഒരു ഘടകം ഉണ്ടാവുന്നത്. അൻവർ ഇപ്പോഴും ആയുധമാക്കുന്നത് മുഖ്യമന്ത്രിക്ക് പ്രയോഗിക്കുമ്പോൾ അത് കൂടുതൽ ശക്തിയായി ചെന്നിടിക്കുന്നതിൻ്റെ കാരണം CPM-നകത്ത് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കെതിരെ, പോലീസ് സംവിധാനത്തിനെതിരെ ഒരു വികാരമുണ്ട് എന്ന് തന്നെയാണ്. അത് തന്നെയാണ് അൻവർ ഇപ്പോഴും ആയുധമായി ഏറ്റെടുക്കുകയും അതിൽ ഊർജ്ജം കൊണ്ടുകൊണ്ടാണ് അൻവറിൻ്റെ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് തന്നെ അൻവറിന് മറുപടി പറയേണ്ടി വരുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ അൻവറിൻ്റെ ഈ നീക്കം, ഇത്ര കൃത്യമായൊരു നീക്കം ഒരു പക്ഷേ CPM അത്ര കണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പം അൻവർ നമുക്കറിയാം, ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടു,
മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. ഇങ്ങനെ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുന്ന ഒരു ശൈലി PV അൻവർ സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രഖ്യാപനവും തുടർ നീക്കങ്ങളും ഒക്കെ ഒരുപക്ഷെ CPM-ന് ചെറുക്കാൻ കഴിയും. വലിയ ചോർന്നുപോകലുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ നേരിട്ടുള്ള ഈ കടന്നാക്രമം അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും അത് വഴി തുറക്കുന്നത് പ്രതിപക്ഷത്തിനാണ്, പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിനാണ് എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. സഭാ സമ്മേളന കാലയളവിൽ അൻവർ ഉയർത്തിവിട്ട ആയുധങ്ങളെ പിൻപറ്റിയാവും പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നതും നമുക്ക് കാണാനിരിക്കുന്നതാണ്. യെസ്, അതാണ് മുഖ്യമന്ത്രിയും അതുപോലെ PV അൻവർ MLA-യുമായി ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുകയാണ്. പൊതുയോഗമൊക്കെ വിളിച്ച് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു. പിന്നെ മറ്റിടങ്ങളിലും അൻവർ വാർത്താ മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള തൻ്റെ നിലപാട് ആവർത്തിച്ച് പറയുകയാണ്. ശശിക്കെതിരെ PV അൻവർ ഉയർത്തിയ ആരോപണം പക്ഷേ മുഖ്യമന്ത്രി ഇന്നും തള്ളി. അൻവറിന് പല ബിസിനസ് ഇടപാടുകൾ ഉണ്ടാകുമെന്നും അത്തരം ഇടപാടുകൾ ഒത്തുതീർപ്പുകളൊക്കെ തൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് വേണ്ട എന്നതുമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു. അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. അൻവറിന്റെ ശീലത്തിൽ പലതും ഉണ്ടാവുമായിരിക്കും. അദ്ദേഹത്തിന്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും. അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം. ഞങ്ങളെ ഓഫീസിൽ ആരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല. പിന്നെ എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് അതേസമയം PV അൻവറും നിലപാട് കടുപ്പിക്കുകയാണ്. രാവിലെ വാർത്താ സമ്മേളനം നടത്തിയ അൻവർ മുഖ്യമന്ത്രിയുടെ സമ്മേളനത്തിന് പിന്നാലെ വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. PR വിവാദത്തിൽ ദ ഹിന്ദു പത്രവും മുഖ്യമന്ത്രിയുടെ ഓഫീസും പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അൻവർ ആരോപിച്ചു. ഉത്തരവാദിത്വമില്ലാത്തതിനാൽ ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി, അതിനാണ് മുഖ്യമന്ത്രി ചിരിക്കുന്നത് എന്നാണ് അൻവറിന്റെ ആക്ഷേപം. താൻ ഉന്നയിച്ച വിഷയങ്ങൾ മുഖ്യമന്ത്രി തള്ളുന്നത് പുതിയ സംഭവമല്ല. ശശിയെക്കുറിച്ച് 10 സഖാക്കൾ നല്ലത് പറഞ്ഞാൽ എല്ലാം നിർത്താം. ഇതുവരെ കണ്ട മുഖ്യമന്ത്രി അംബരീഷ് പുരിയായിരുന്നെങ്കിൽ ഇന്ന് ഇന്നസെന്റിനെ പോലെയായെന്നും അൻവർ പരിഹസിക്കുകയാണ്. നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാത്തത് എന്തുകൊണ്ടാണ്? ആ റെക്കോർഡ് CM-ന്റെ PRD-യുടെ കയ്യിൽ ആ റെക്കോർഡ് ഉണ്ടല്ലോ, അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിന്റെ ആ റെക്കോർഡ് എന്താ പുറത്തുവിടാത്തത്? മൂന്നാമത്തെ കാര്യം, രാവിലെ 5 മണിക്ക് അച്ചടിച്ചിറങ്ങിയ പത്രം ഇന്ത്യ രാജ്യം മുഴുവൻ എല്ലാവരുടെയും കൈകളിലെത്തി. അന്ന് രാത്രി മുതിരക്കുളത്ത് വെച്ച് ഞാൻ ഈ പത്രം ഉയർത്തിപ്പിടിച്ച് ചോദ്യം ഉയർത്തി. അതും കഴിഞ്ഞ് പിറ്റേ ദിവസവും ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതായിട്ട് CMO-യിൽ നിന്ന് പറയുന്നത്. ഇതൊക്കെ നാടകം. വെറുതെ നമ്മളതിനെ ചർച്ച ചെയ്ത് സമയം കളയേണ്ട കാര്യം. യെസ്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ CV അനുമോദ് നൽകും. അനുമോദ്, അൻവർ പറയുന്നതിൽ പുതിയ കാര്യമൊന്നുമില്ല, എല്ലാം പഴയ കാര്യങ്ങൾ തന്നെ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നു, ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നു. പക്ഷെ തുടരെ അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയെയും പ്രതിസന്ധിയിലാക്കുന്നു. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ദ ഹിന്ദു പത്രം അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത് വൈകുന്നേരമാണ്. രാവിലെ ആ പത്രം പ്രസിദ്ധീകരിക്കുന്നു, ആരും ഒരു പരാതിയും ഉന്നയിക്കുന്നില്ല. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ അച്ചടിച്ചു വന്നിട്ട് പോലും അത് ആരും വായിച്ചില്ല, ആരും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത് ഒരു ചർച്ചാ വിഷയമേ ആയില്ല. പക്ഷേ അൻവർ ഉയർത്തിപ്പിടിക്കുന്നതോടുകൂടി, പത്രം ഉയർത്തിപ്പിടിക്കുന്നതോടുകൂടി പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. അദ്ദേഹം അത് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നു. പുറകെ പത്രത്തിൻ്റെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പും വരികയാണ്. ഏതായാലും അൻവറിൻ്റെ നീക്കം എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഇതുവരെ ഒരു ഉത്തരമില്ല. അനുമോദ് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അൻവർ എങ്ങോട്ട് നീങ്ങുന്നു? എന്താണ് അൻവറിൻ്റെ അടുത്ത നടപടി? മനു, കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ദിവസവും എന്ന വണ്ണം അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നേരത്തെ മനു പറഞ്ഞതുപോലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം വീണ്ടും പറയുന്നതെങ്കിലും രാഷ്ട്രീയമായിട്ട് അതിനേറെ പ്രസക്തിയുള്ള സമയമാണിത്. കാരണം മറ്റാരും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കാത്ത ആരോപണങ്ങൾ ഭരണപക്ഷത്തുള്ള ഒരു MLA ഉന്നയിക്കുന്നു. അതും കടുത്ത ഭാഷയിൽ. CPM-ന് പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ സാഹചര്യങ്ങൾ മാറുന്നു. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അൻവർ പറയുന്നത് കൊണ്ട് മാത്രം CPM-ന് വിശദീകരണം ഇറക്കേണ്ടി വരുന്നു. അത്തരത്തിൽ CPM-നെ അടിമുടി പ്രതിരോധത്തിലാക്കുകയാണ് PV അൻവർ ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ പറയുമ്പോഴും
ഇനി എന്ത് എന്ന ചോദ്യമാണ് ആദ്യം ഉയർത്തിയത്. അപ്പോൾ ഞായറാഴ്ച പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന ഒരു വിവരം അദ്ദേഹം പറയുന്നു. 1,00,000-ലേറെ പേരെ അണിനിരത്തിക്കൊണ്ട് മഞ്ചേരിയിൽ ഒരു മഹാസമ്മേളനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പാർട്ടിയുടെ നയങ്ങൾ, പാർട്ടിയുടെ സമീപനം, പാർട്ടിയുടെ പേര് ഇതൊക്കെ തന്നെ ആ ഒരു സമ്മേളനത്തിൽ തന്നെ പ്രഖ്യാപിക്കും. ഇതിൽ ആരൊക്കെ വരുമെന്നത് അപ്പോൾ കാണാം, തൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ കാണാമെന്നൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കണക്കട്ട് പരിഹസിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ആ പദവി രാജിവെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റിയാസിനെയോ വീണയെയോ ആ പണി ഏൽപ്പിച്ചാൽ മതി. മുമ്പ് ബീഹാറിൽ എഴുത്തും വായന അറിയാത്ത റാബ്രി ദേവി മുഖ്യമന്ത്രിയായ ഒരു കാര്യവും അദ്ദേഹം പരിഹാസത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വീണയ്ക്ക് വിദ്യാഭ്യാസമുണ്ട്, പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്തി ജയിപ്പിക്കുകയും ചെയ്യും. ഇതാണ് മാന്യമായിട്ട് ഒഴിയാൻ പറ്റിയ സമയം. ഇനി അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അവരാരെങ്കിലും നോക്കട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം. അതുപോലെ തന്നെ അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം രണ്ടാമത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും നേരത്തെ പറഞ്ഞു, ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ച കാര്യമാണ്. ഒരു അന്വേഷണ റിപ്പോർട്ടിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ മറ്റൊരു അന്വേഷണ റിപ്പോർട്ടിൽ സമയം കൊടുക്കുന്നു. ഈ ഒരു സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നവരെ ഈ അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമെന്നാണ് അൻവർ പരിഹസിക്കുന്നത്. സ്വാഭാവികമായിട്ടും അൻവറിനെ പ്രതിരോധിക്കുക മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിരിച്ചു തള്ളുമ്പോൾ അത് ഉത്തരം ഇല്ലാത്തത് കൊണ്ടാണ് ചിരിക്കുന്നത് എന്ന ഒരു വിശദീകരണം അൻവർ പറയുകയാണ്. മുൻപൊക്കെ അമരീഷ് പുരിയുടെ ശരീരഭാഷയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്നസെന്റിനെ പോലെ ചിരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. പക്ഷേ അത് ഉത്തരമില്ലാത്തതുകൊണ്ടുള്ള ചിരിയാണ്. എന്നാലും അൻവർ നേരത്തെ ഉദ്ദേശിച്ച പോലെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി അതിലൊരു രസകരമായ ഒരു കാര്യം ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ സാധാരണ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വന്നാൽ അദ്ദേഹം കൂടുതൽ ക്ഷുഭിതനാകുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. അനുമോദനും അതൊക്കെ അറിയാവുന്നതായിരിക്കാം. പക്ഷേ ഇന്ന് അദ്ദേഹം പെട്ടെന്ന് ആ സംയമനം വീണ്ടെടുക്കുന്നു. അദ്ദേഹത്തിന് ദേഷ്യമൊക്കെ വരുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് സംയമനം വീണ്ടെടുക്കുന്നു. ഞാൻ ഇങ്ങനെയല്ല സാധാരണ സംസാരിക്കാറ്, അത് ചില ഘട്ടങ്ങളിൽ ഉയർത്തേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മാറുകയാണ്. കുറെ കൂടി ശാന്തനായി, കുറെ കൂടി സൗമ്യനായി, മാധ്യമപ്രവർത്തകരുടെ ബഹളങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കുറെ കൂടി സംയമനത്തോടുകൂടി കാര്യങ്ങളെ മുഖ്യമന്ത്രി വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. സാധാരണ വലിയ ധാർഷ്ട്യത്തോടു കൂടിയൊക്കെ മുഖ്യമന്ത്രി പെരുമാറുന്നു എന്ന ആരോപണങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആ സാഹചര്യമൊക്കെ ഇന്ന് ആർക്കും പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി വളരെ ശാന്തനായാണ് ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അവിടെ അനവധി ചോദ്യങ്ങൾ ഉയരുന്നു, അതിനൊക്കെ മറുപടി പറയാനുള്ള ഒരു ശ്രമം അദ്ദേഹം ആദ്യഘട്ടത്തിലൊക്കെ നടത്തുന്നത് കാണുകയും, എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്നതുമൊക്കെ അപ്പുറത്തേക്ക് നീങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായും തൻ്റെ ഈ ആക്രമണം അത് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുന്നു എന്നൊരു ധാരണ അൻവറിന് ഇതിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും പ്രതിരോധിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, നേരത്തെ മുൻപ് എല്ലാം തന്നെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്ന അഗ്രസീവായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നവരോട് തിരിച്ച് ക്ഷുഭിതനായി മാധ്യമങ്ങളോട് ദേഷ്യപ്പെട്ട് അവരെ അപഹസിച്ച് പരിഹസിച്ച് അത്തരത്തിൽ പ്രതിരോധിക്കാം. രണ്ടാമതായിട്ട് ഇങ്ങനെ ചിരിച്ച് അപജ്ഞയോടെ തള്ളുന്ന തരത്തിലും പ്രതിരോധിക്കാം. രണ്ടാമത്തെ ശൈലി പിൻപറ്റുമ്പോൾ അത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതിസന്ധിയിലാകുമ്പോൾ നമുക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ രൂക്ഷത അല്പം കുറയ്ക്കാൻ ഈ രണ്ടാമത്തെ ശൈലി ഉപകരിക്കുമെന്നൊരു കണക്കൂട്ടലായിരിക്കാം CM അത്തരത്തിൽ ഒരു ശൈലി സ്വീകരിച്ചത് എന്ന് വേണം കരുതാൻ. കാരണം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുഴുവൻ പ്രതിരോധത്തിലായിരുന്നു നമുക്കറിയാം. CPI പോലും നിശിതമായി വിമർശിച്ചുകൊണ്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് പോലും കൃത്യമായ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. അനന്തമായിട്ട് ഈ നടപടികൾ നീട്ടിക്കൊണ്ടു പോകുന്നു. സഭ ചേരാൻ പോകുന്നു. UDF ഈ വിഷയം ഉന്നയിച്ച് പ്രതിഷേധവും പ്രക്ഷോഭവും തുടങ്ങാൻ പോകുന്നു. PV അൻവർ രാവിലെയും വൈകുന്നേരവും മുഖ്യമന്ത്രിയെ ചീത്ത വിളിച്ചതുകൊണ്ടും ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു. അടിമുടി പ്രതിരോധത്തിലാണ്. അപ്പോൾ ഇനി വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങളെ ചീത്ത വിളിച്ച് വീണ്ടും ആ ഒരു സാഹചര്യം മോശമാക്കണ്ട എന്നൊരു കണക്കൂട്ടലായിരിക്കും അദ്ദേഹം ഈ ചിരി പുറത്തെടുക്കാനുള്ളൊരു കാരണം എന്ന് വേണം കരുതാൻ. കാരണം ഈ ആദ്യമേ ഈ ഒരു സാഹചര്യം മോശമാണ്, അത് ഇതിലും കൂടുതൽ വഷളാക്കി സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നതുകൊണ്ടായിരിക്കും. എന്തായാലും അൻവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. അൻവർ പറഞ്ഞൊരു കാര്യം, ഞാനിതൊക്കെ ആദ്യം പറഞ്ഞിരുന്നതാണല്ലോ, ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് വരുമെന്ന് എനിക്ക് ആദ്യം അറിയാമായിരുന്നു. ജലീലിനെ പോലെയുള്ള നന്മ നിറഞ്ഞ മനുഷ്യർ, പാവങ്ങളൊക്കെ വിചാരിക്കും ഇത് ഇന്ന് വരും നാളെ വരുമെന്ന്. പക്ഷേ എനിക്കറിയാം ഈ റിപ്പോർട്ട് ഇങ്ങനെ വരുമെന്നാണ് അൻവർ ആദ്യം പറഞ്ഞിരുന്നത്. അതായത് അൻവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അനുമോദ, അതിൽ മറ്റൊരു രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളിവിടെ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതിപക്ഷത്തിൻ്റെ റോൾ ഒരു കാലഘട്ടം വരെ ഗവർണറായിരുന്നു നടത്തിയിരുന്നത് എന്നെല്ലാവരും പറയാറുണ്ട്. കാരണം പ്രതിപക്ഷ നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നതിനേക്കാൾ ഗവർണർ അവിടെ നിന്ന് ആഞ്ഞടിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഗവർണർ ഏറെക്കുറെ ശാന്തനായപ്പോൾ
പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം മുഴുവൻ അൻവർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാ ദിവസവും അൻവറിന് മറുപടി പറയണം. സ്വന്തം ഭരണകക്ഷിയിൽ ഒരു MLA ആയിരുന്ന PV അൻവറിനെതിരെ മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി വരികയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം കുറച്ചുകൂടി കുറഞ്ഞു, അവർക്ക് മെനക്കേട് കുറഞ്ഞു. പക്ഷേ അവർ പലതും അൻവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപിടിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഹിന്ദു ദിനപത്രം അൻവർ എടുത്ത് ഉയർത്തുന്നു, ഉടനെ അതിന് പുറകിൽ പ്രതിപക്ഷ നേതാവ് വരുന്നു, ഇതിന് പൈസ എത്ര കൊടുത്തു എന്ന് അദ്ദേഹം ചോദിക്കുന്നു, പൈസ കൊടുത്തില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ചില അവ്യക്തമായ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. ദേവകുമാറിൻ്റെ മകൻ വന്നു, അതുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ ഏജൻസിയിലെ ആളുകൾ വന്നു. അത് ആരാണെന്നും താൻ അന്വേഷിച്ചില്ല, ഹിന്ദു പത്രത്തിൽ നിന്ന് വന്നവരായിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പത്രത്തിൽ തെറ്റായി വാർത്ത വന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യം മുഖ്യമന്ത്രിക്ക് വരുന്നു. അൻവറാണ് പത്രമുയർത്തിയത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ഒരു റോളിലേക്ക് ഭരണകക്ഷിയിൽ നിന്നുള്ളൊരു MLA വരുന്നത്. അതായത് അദ്ദേഹം ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി വിട്ടു എന്ന തരത്തിലൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം കുറേ കൂടി എളുപ്പമായി മാറുന്നു. ഇതാണോ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്? ഒരു കാര്യം നമ്മൾ ഓർക്കണം. കഴിഞ്ഞ 8 വർഷമായിട്ട്, പ്രത്യേകിച്ച് 6-7 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ നാവായിരുന്ന വ്യക്തിയാണ് PV അൻവർ. മറ്റാറ് പ്രതിരോധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും ഒക്കെ പ്രതിരോധിച്ച വ്യക്തി. അൻവറിന്റെ നാവിന്റെ മൂർച്ച അറിയാത്തവരാരും തന്നെ പ്രതിപക്ഷത്തായിട്ടുണ്ടായിരിക്കില്ല. അത്രമാത്രം കടുത്ത രീതിയിൽ അൻവറിന്റെ പ്രതിരോധങ്ങളൊക്കെ. അതുകൊണ്ടാണ് കരുതൽ രാജ എന്ന പേരിൽ അൻവർ സൈബർ അണികളിലൊക്കെ വലിയ സ്വീകാര്യനായതും. അപ്പോൾ അൻവറിന് അറിയാം എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ CPM-കാരെ തന്നെ ഒരിക്കൽ പറഞ്ഞ ഒരു ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥയിലാണ് ഇടതുപക്ഷമുള്ളത്. കാരണം അൻവറിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അവർക്ക് അറിയുന്നില്ല. കാരണം അൻവറിനെതിരെ ഇതൊക്കെ ദൂരവ്യാപകമായിട്ട് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല. നിലവിലെ സാഹചര്യത്തിൽ അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്നില്ല സർക്കാരിന് എന്നൊരു പൊതുധാരണ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. CPM-ന് ഇതിനെ പ്രതിരോധിക്കുവാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. രണ്ടാമതായിട്ട് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അൻവർ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അൻവർ പറയുന്നു എന്നും രാവിലെയും വൈകുന്നേരവും സർക്കാരിനെതിരെ അൻവർ വളരെ വിശദമായിട്ട് പറയുന്നത് പ്രതിപക്ഷത്തിന് ഏറ്റെടുക്കേണ്ട സാഹചര്യം. അൻവറിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന ചർച്ചയൊക്കെ നടക്കുമ്പോഴും അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവിനും PK കുഞ്ഞാലിക്കുട്ടിക്ക് സമ്മതിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമാണ്. ഈ സഭാ സമ്മേളന സമയത്ത് പ്രക്ഷുബ്ധമാക്കാനും സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം സംഘടിപ്പിക്കാനും സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനും ഇതുപോലെ മൂർച്ചയേറിയ ഒരു ആയുധം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് കിട്ടാനില്ല. അപ്പോൾ ഈ എന്നുള്ളതാണ്. അനുമോദ, എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് അത്തരം വിശകലനങ്ങൾ, അനുമോദിന്റെ വളരെ ശ്രദ്ധേയമായ വിശകലനങ്ങൾ തന്നെയാണത്, കൂടുതൽ ഗൗരവം അർഹിക്കുന്നു. ഏതായാലും ഈ അൻവർ ഉന്നയിച്ച ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടതിനെ അല്ലെങ്കിൽ ആ ഒരു വാദത്തെ അനുകൂലിക്കുന്ന മറ്റു ചില ആരോപണങ്ങൾ കാസർഗോഡ് നിന്നുകൂടി വരുന്നുണ്ട്. ആ വാർത്തയിലേക്കൊക്കെ വരാം. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് മടങ്ങിയെത്താം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. അൻവറിന് സമാനമായ ഒരു ആരോപണമാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് മറ്റൊരു MLA ഉന്നയിക്കുന്നത്. പോലീസ് ഹവാല പൊട്ടിക്കൽ നടത്തുന്നുവെന്ന ആരോപണവുമായി കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്നാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് പോലീസ് 7 ലക്ഷം പിടിച്ചപ്പോൾ രേഖകളിൽ കാണിച്ചത് 4,68,000 രൂപ മാത്രമാണെന്ന് എന്നെ നെല്ലിക്കുന്ന് ആരോപിച്ചു. 3 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്ത 23 കേസുകളിൽ പോലീസ് എത്ര രൂപ തട്ടിയെടുത്തു എന്ന കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ മാത്രം കേസുകളാണ് 26 കാഞ്ഞങ്ങാട്. അപ്പോൾ ബാക്കി 16 പോലീസ് സ്റ്റേഷനുകളുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ അവിടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും ഇതുപോലെയുള്ള അപാല എന്ന് പറയപ്പെടുന്ന പണം പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് സംഭവിച്ചു? പിടിച്ചിട്ട് മുഴുവൻ പണം അത് ഡോക്യുമെന്റ് ആക്കിയിട്ടുണ്ടോ, രേഖയാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ തീർച്ചയായും വളരെ സീരിയസ് ആയ പ്രശ്നമാണ്. അപ്പോൾ ഇത് വേദി തന്നെ പലതൊന്നുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് ഈ പോലീസിന് വിശ്വാസം? അത് വളരെ ഗൗരവമായ വിഷയമാണ്. യെസ്, എന്നോടൊപ്പം KV ബൈജു ചേരുന്നു. ബൈജു, ഇത് അൻവർ ഉന്നയിച്ചു,
ഈ ആരോപണം സ്വാഭാവികമായി നമ്മളിലൊക്കെ സംശയമുണ്ടാക്കുന്ന ഒരു ആരോപണമാണ്. കാരണം നമ്മളൊക്കെ പലപ്പോഴായി വാർത്ത കൊടുത്തിട്ടുള്ളതാണ് വിമാനത്താവളത്തിൽ കസ്റ്റംസിൻ്റെ കണ്ണുകൾ വെട്ടിച്ചു വരുന്ന സ്വർണം പോലീസ് അതിസാഹസികമായി പിടികൂടി എന്നത്. ഇങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ ധരിച്ചത് ഈ കുറ്റവാളികൾ കസ്റ്റംസിന് അതിവിദഗ്ധമായി കടന്ന് പുറത്തെത്തുകയാണ്, അപ്പോൾ അവരെ രണ്ടാമത്തെ ഒരു വലയൊരുക്കി പോലീസ് കുരുക്കുകയാണെന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിയാണ് ഇപ്പോൾ ഈ സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടന്നിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ഈ നെല്ലിക്കുന്ന് ഉന്നയിക്കുന്ന ഈ ആരോപണം എത്ര കണ്ട് വസ്തുതാപരമെന്നാണ് ബൈജു ധരിക്കുന്നത്? തീർച്ചയായും മനുപരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PV അൻവർ സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിൽ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം, അതായത് ഹവാല പണം പൊട്ടിക്കൽ എന്ന ഒരു ആരോപണവുമായി എന്നെ നെല്ലിക്കുന്ന് MLA തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. അദ്ദേഹം കൃത്യമായ അതിന് കണക്കുകൾ സൂചിപ്പിച്ചത് 2020 മുതൽ 23 വരെ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ മാത്രം 23 കേസുകൾ പിടികൂടിയപ്പോൾ അതിൽ ഒരു കേസിലാണ് ഇത്തരത്തിൽ കേസെടുത്ത അയാൾ പരാതിയുമായി രംഗത്ത് വരികയും അദ്ദേഹം പറയുന്നത് കാഞ്ഞങ്ങാട് മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രക്കിടെ സ്കൂട്ടറിൽ നിന്നും 7 ലക്ഷം രൂപ പിടികൂടിയ അതിൽ FIR-ൽ 2,30,000 രൂപ കുറച്ചാണ് ഇട്ടതെന്നാണ്. ഇത്തരത്തിൽ ഈ 23 മറ്റ് 22 കേസുകളിലും ഈ ആളുകൾ എത്തിയിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ ഈ പണമൊക്കെ എവിടെയാണുള്ളത്, അത് കോടതിയിൽ ഹാജരാക്കിയോ, പണം എന്ത് ചെയ്തു എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇല്ല എന്ന് MLA പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു ജനപ്രതിനിധി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ 17 പോലീസ് സ്റ്റേഷനുകളാണുള്ളത്. ഇതിൽ മറ്റ് 16 പോലീസ് സ്റ്റേഷനിലേക്ക് കൂടി ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലായി ഈ ഹവാല പണം പിടികൂടുന്നുണ്ട്. അവിടെയും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ ക്രമക്കേട്, ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ്, ഈ പോലീസ് പണം തട്ടുന്നുണ്ടെന്നാണ് MLA പറയുന്നത്. അവിടെയും എല്ലാ സ്ഥലങ്ങളിലും സമഗ്രമായ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ജില്ലയിലെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ച പരാതിക്കാരൻ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് തന്റെ പണം 7 ലക്ഷം രൂപയായിരുന്നു, കണക്കുകൾ താൻ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി, എന്നിട്ടും തന്റെ പണം തിരിച്ചു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും ഇതുവരെ മുഖ്യമന്ത്രി ഇതിന് ഒരു മറുപടി പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നും MLA പറയുന്നുണ്ട്. എന്തായാലും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെ. നമുക്കറിയാം വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യമാണ് ഈ MLA ചൂണ്ടിക്കാട്ടുന്ന ഈ പ്രശ്നം. അത് കൃത്യമായി ആണെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ ആരോപണം ഉയർന്നിരുന്നു. ഈ ഹവാല പണം പിടികൂടുമ്പോൾ അതിൽ നിന്നും വലിയ തോതിലുള്ള പണം പോലീസ് ഇത്തരത്തിൽ തട്ടിയെടുക്കുന്നു എന്ന കാര്യത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട വലിയ ബന്ധം തന്നെയാണ്. അത് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ നേരത്തെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്. അവിടെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിൽ സ്ഥലമാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അതുപോലെ കാസർഗോഡ് ജില്ലയിൽ നിരവധി കടവുകളുണ്ട്. അവിടെയൊക്കെ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പണം പിരിക്കുന്നു, അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ ഒരു ആരോപണം ഉയരുന്നുണ്ട്. അതിനിടയിലാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണം. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് MLA എന്നെ നെല്ലിക്കുന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്ര പണം ഹവാലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പിടികൂടിയിട്ടുണ്ട്, ആ പണം എവിടെ പോയി, അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷന്റെ ഒറ്റൊരു പോലീസ് സ്റ്റേഷന്റെ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. 2020 മുതൽ 23 വരെയുള്ള ആ കാലയളവിലുള്ള ഈ കേസാണ്. അതിൽ ഒരു കേസിൽ മാത്രമാണ് പരാതിക്കാരൻ രേഖകൾ ഹാജരാക്കിയത്. പക്ഷേ അദ്ദേഹത്തിന് ആ പണം തിരിച്ചു നൽകിയിട്ടില്ല, രേഖകൾ ഹാജരാക്കിയിട്ടും. കാരണം അത് 7 ലക്ഷം രൂപ ഉണ്ടായിരുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് മുഖ്യമന്ത്രിക്കും അദ്ദേഹം പരാതിയായി നൽകിയത്. അതിൽ 2,30,000 രൂപ കുറവായാണ് FIR-ൽ കാണിച്ചിട്ടുള്ളത്. അതായത് അത്രത്തോളം പണം ഈ പോലീസുകാർ തട്ടിയെടുത്തു എന്നാണ് MLA ആരോപിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം MLA ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ 16 പോലീസ് സ്റ്റേഷനുകളിലും ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ഈ ഹവാല പിടികൂടുന്നതുമായ പണം അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഒരു കൃത്യമായ ഒരു ലീഡ് നൽകുന്ന ഒരാളുണ്ടാകും. സ്വാഭാവികമായി അങ്ങനെയാണല്ലോ പിടികൂടുന്നത്. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ സ്വർണം പിടിച്ചതിൻ്റെ അതേപോലെ തന്നെയാണ് നേരത്തെ അത് വരുന്നതിനെ സംബന്ധിച്ച് അവർക്ക് വിവരം ലഭിക്കുന്നു. അത് കൂട്ടായ ഒരു നീക്കം പോലെയാണ് ഇവിടെയും ആരോപണം അങ്ങനെയെങ്കിൽ വരുന്നത്. സ്വർണം പിടിക്കുന്നത് പോലെ തന്നെ ഹവാല പണം പിടിക്കുന്നതിൽ ഒരു കൂട്ടായ നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന് പോലീസിലെ ഉന്നതരുടെ പിന്തുണ ഉണ്ടാകണം സ്വാഭാവികമായി. അല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു SIക്ക് മാത്രം അത്രമാത്രം
ധൈര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പല സ്റ്റേഷനിലായി നടക്കുന്നു എന്നൊന്നും നമുക്ക് ധരിക്കാനാവില്ല. അത് എല്ലായിടത്തും ഒരു രീതിയാണ് എന്ന തരത്തിലേക്ക് വരുമ്പോൾ അതിൽ മേൽ ഉദ്യോഗസ്ഥരുടെ പങ്കിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ടോ? തീർച്ചയായും MLA അത് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമാനമായ അവസ്ഥയാണ് ഈ സ്വർണം അതേ സമാനമായ അവസ്ഥ. രഹസ്യ വിവരം, അതായത് ഇവർ കൊടുത്തയക്കുന്ന ആൾ അല്ലെങ്കിൽ അതിന് ഇടനിലക്കാരായവർ തന്നെ രഹസ്യ വിവരം നൽകിയും ഈ പണം ഇത്തരത്തിൽ പിടിക്കപ്പെടുകയും ഒരുപക്ഷെ ഇതിൽ പലപ്പോഴും ഇതിൽ കണക്കിൽപ്പെടാത്ത, കണക്ക് കാണിക്കാൻ പറ്റാത്ത പണമായതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് കൃത്യമായി അറിയാം ഇതിൽ ആളുകൾ ഇത് സംബന്ധിച്ച് രേഖകളോ മറ്റും ഹാജരാക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ വെട്ടിപ്പെടുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ചെറിയ ഉദ്യോഗസ്ഥർക്ക്, ചെറിയ സിവിൽ പോലീസ് ഓഫീസർമാർക്കൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു അത്തരത്തിലുള്ള തട്ടിപ്പല്ല ഇത്. ഇതിൽ വലിയ തോതിലുള്ള ഉന്നത ബന്ധം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് MLA ചൂണ്ടിക്കാട്ടിയതും. ആ തരത്തിൽ ഒരു ഉന്നത ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത് പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേലി തന്നെ വിളവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമുക്ക് നീതി ലഭിക്കേണ്ട പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള തട്ടിപ്പുകളുടെ ഒരു കേന്ദ്രമായി നീതി ലഭിക്കേണ്ട, നീതി നിർവഹണം നടത്തേണ്ട സംവിധാനങ്ങൾ ഇങ്ങനെ പെരുമാറുമ്പോൾ, അതിന് തലപ്പത്തിരിക്കുന്നവർ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ ഈ നാട്ടിലെ നിയമ സംവിധാനം നോക്കുകുത്തിയായി നിൽക്കുന്നു എന്ന് ആളുകൾ കുറ്റം പറഞ്ഞാൽ അവരെ നമുക്ക് പ്രതിരോധിക്കാൻ ആകില്ല. ഇനി മറ്റൊരു സുപ്രധാന വിഷയത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ലോറി ഉടമ മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ആ വിവാദവും കൊഴുക്കുകയാണ്. വളരെ രൂക്ഷമായ സൈബർ ആക്രമണത്തിനാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഇരയാകുന്നത് എന്നതാണ് വസ്തുത. അതേസമയം മനാഫിൻ്റെ യൂട്യൂബ് വരിക്കാരുടെ എണ്ണം കുതിച്ച് ഉയരുകയാണ്. അർജുൻ്റെ കുടുംബത്തെ വേട്ടയാടുന്നത് നിർത്തണമെന്നും താൻ ഇപ്പോഴും ആ കുടുംബത്തോടൊപ്പമാണെന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാകാം അവരങ്ങനെ പറഞ്ഞത് എന്നുമാണ് മനാഫ് പറയുന്നത്. സാഹചര്യം എന്താണെന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഞാൻ അതിനുശേഷം ബന്ധപ്പെട്ടിട്ടില്ല. അത് കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടപ്പോ. പക്ഷെ നമ്മളെ കുടുംബാണ് അവർ നമ്മളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ കുടുംബാണ്. അവർക്ക് അവരെ മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവർ സ്വയം പറഞ്ഞ് വരുത്തി വെച്ചതാണെങ്കിലും നമ്മളാരും അവരെ വേട്ടയാടരുതെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥന ഉണ്ട്. ഞാൻ എന്റെ ശൈലിയിൽ ഒരു മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ. നമ്മളെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് അതിലൊരു അർത്ഥമില്ല, ഒന്നുമില്ല. ആ കാര്യത്തില് ഓരോ ഭയങ്കര പ്രയാസപ്പെട്ടും കൊണ്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പൊ. അവർക്കൊരു അബദ്ധം പറ്റി, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ മകനെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ആ കുട്ടീനെ എടുത്തിട്ട് അങ്ങോട്ട് പോവുമോ? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അതൊരു ഇതാണ്. അതായത് അർജുന്റെ ഫാമിലിക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ഓരോ കൂടെ നിന്ന് ചെയ്യും. ഇനി അവർക്ക് നമ്മൾ ആവശ്യമില്ലേ, നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ പോകുന്ന അർത്ഥമില്ല. അങ്ങനെ പോകുന്ന ആളുമല്ല, അവർ വലിഞ്ഞു കയറി ചെല്ലുന്ന ആളുമല്ല നമ്മൾ. ഞാൻ ആ ചേരിത്തിരിവിലേക്ക് ഭാഗമാവാൻ ഞാനോ എന്റെ ഫാമിലിയോ ആഗ്രഹിക്കുന്നില്ല. ഇനി അവർ ചോദിച്ചതിന് വേണമെന്നുണ്ടെങ്കിൽ അവരിപ്പോ പറഞ്ഞതിന്, കാരണം തന്നെ സമൂഹത്തിലുള്ള ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെ രണ്ട് വർത്താനം പറഞ്ഞു പോണില്ല, ശരിയില്ല. നമ്മളെ ഫാമിലി അല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവരോട്. യെസ്, MS അനീഷ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. അനീഷ്, ഈ അർജുന് വേണ്ടി കേരളം ഒറ്റ മനസ്സായി ഒറ്റക്കെട്ടായി നിന്നതാണ്. ഇപ്പോൾ അവരുടെ കുടുംബവും അതുപോലെ മനാഫിൻ്റെ കുടുംബവും അല്ലെങ്കിൽ ആ മനാഫും ഒക്കെ തമ്മിൽ ചില തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ അവർ തമ്മിൽ ചില ചേരിതിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കേരളത്തെ ഒന്നടങ്കം വേദനിപ്പിക്കുന്നതാണ്. ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ അവർക്ക് തമ്മിൽ കഴിയുമോ അനീഷേ? മനു, തീർച്ചയായും ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ പലരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറിച്ചത് അങ്ങനെ തന്നെയാണ്. കാരണം
ഈ ഒരു അർജുൻ ദൗത്യത്തിന് വേണ്ടി കേരളം ഒറ്റക്കെട്ടായി നിന്നതാണ്. അതിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച ആളുകളിൽ ഒരാളാണ് മനാഫും കുടുംബവും. വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ആ പാറ പോലെ ഉറച്ചു നിന്ന സാങ്കേതിക സംവിധാനങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും ഒക്കെ അല്പമെങ്കിലും അനക്കാൻ കഴിയുകയും അർജുനെ ജീവനോടെ അല്ലെങ്കിലും ലഭിക്കാൻ കഴിയുകയും ചെയ്തു. എന്തായാലും നമ്മുടെ പ്രതിനിധി KV ബൈജു അടക്കമുള്ളവർ അവിടെ നിന്നപ്പോൾ ഇരു കൂട്ടരും തോളോട് തോൾ ചേർന്ന് കാര്യങ്ങൾ ചെയ്തത് കണ്ടതുമാണ്. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. പ്രത്യേകിച്ചും ഈ യൂട്യൂബ് ചാനലുകളിലൊക്കെ വരുന്ന വാർത്തകളും ഈ മനാഫിന്റെ യൂട്യൂബ് പേജ് വഴി അദ്ദേഹം തന്നെ പുറത്തുവിടുന്ന കാര്യങ്ങളും ഒപ്പം ചില ബൈക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വന്ന് അതൊക്കെ കുടുംബത്തെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ കുടുംബത്തെക്കാൾ വലിയ അടുപ്പം അല്ലെങ്കിൽ കുടുംബത്തെക്കാൾ വലിയ ആൾ മനാഫാണ് എന്ന തരത്തിലുള്ള രീതിയിലാണ് ചില യൂട്യൂബ് ചാനലുകളൊക്കെ തംബ്നെയിലുകളും മറ്റുമൊക്കെ ഇടുന്നത്. ഒപ്പം ഈ അർജുന്റെ കുട്ടിയെ വളർത്താം, ആ കുട്ടിയെ ഞാൻ ഏറ്റെടുക്കുന്നു എന്നൊക്കെ മനാഫ് പറയുമ്പോൾ അത് ആ കുടുംബത്തിന് വലിയ ഒരു വേദനയാണ് നൽകുന്നത്. അതൊക്കെയാണ് ഇത്തരം ചില പ്രശ്നങ്ങളിലേക്ക് വഴിതിരിഞ്ഞു വിട്ടത്. കാരണം അർജുന്റെ സംസ്കാര ചടങ്ങിന് ശേഷം ആ കുടുംബം ആ വിഷയങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും അവരവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ വീണ്ടും ഈ വിഷയം സജീവമായി നിർത്തുകയാണ് മനാഫ് എന്നാണ് അവർ പറയുന്നത്. കാരണം മനാഫിന് വിവിധയിടങ്ങളിൽ നിന്നായി ആ സ്വീകരണം ലഭിക്കുന്നു, അനുമോദനത്തിനായി വിളിക്കുന്നു, വീണ്ടും വീണ്ടും ആവർത്തിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ വരുന്നു. അങ്ങനെ ആ രീതിയിൽ ഈ വിഷയം ഈ വൈകാരികത ആളി കത്തിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ മനാഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഒപ്പം ഈ ഫണ്ട് പിരിവ് പോലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യവും പറയുന്നു. പക്ഷേ മനാഫ് ഇക്കാര്യം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കാരണം അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ ആളാണ്. തനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്നോ അല്ലെങ്കിൽ അർജുന്റെ പേരിൽ പുറത്ത് പൊതുസമൂഹത്തിൽ നിന്നും പിരിവോ നടത്തിയിട്ട് വേണ്ട തനിക്ക് ജീവിക്കാനെന്ന് അനീഷ്, സ്വാഭാവികമായും ഇവർ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇവർ ഒരുമിച്ച് അവിടെ ശിരൂരിലുണ്ടായിരുന്നു, തമ്മിൽ കാണാറുണ്ടായിരുന്നു, അവർക്ക് സംസാരിക്കാമായിരുന്നു. ഇപ്പോൾ ഈ കുടുംബവും പറയുന്നുണ്ട് പലതവണ ഇത് നിർത്തണമെന്ന് മനാഫിനോട് ആവശ്യപ്പെട്ടു, പക്ഷേ മറ്റൊരു മാർഗവുമില്ലാതെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നതെന്ന്. സ്വാഭാവികമായും ഇതിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ MP രാഘവൻ അല്ലെങ്കിൽ അതുപോലെ MLA ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ഈ പ്രശ്നം അത് ഇങ്ങനെ പോകുന്നതിൽ നിന്ന് തടയാമായിരുന്നില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അനീഷ് ഉൾപ്പെടെയുള്ള പല മാധ്യമപ്രവർത്തകരും ഇങ്ങനെ ഈ പ്രശ്നം ഈ തരത്തിൽ വരരുത് എന്ന് ആഗ്രഹിച്ചവരാണ്. ഇത് പലരും അവരൊക്കെ ആയിട്ട് പങ്കുവെച്ചവരുമാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടായിരുന്നില്ലേ? എന്താണ് അവരെ അത്ര തീവ്രമായി ഇങ്ങനെ പ്രതികരിക്കാൻ അവരെ പ്രാപ്തരാക്കിയത്? അതോടൊപ്പം തന്നെ ഇനി അടങ്ങിയില്ലെങ്കിൽ ഇനിയും ശക്തമായി വരും എന്നൊക്കെ പറയത്തക്ക രീതിയിലേക്ക് വരാൻ മാത്രം എന്ത് വൈകാരികമായ പ്രശ്നമാണ് അവിടെ ഉണ്ടായത്? മനു, തെരച്ചിലിന്റെ ഒരു രണ്ടാം ഘട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ ഈ മനാഫും ഈ കുടുംബവും തമ്മിൽ ഏതാണ്ട് ധാരണപ്പശകായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ആശയവിനിമയം നടത്തിയത് മുഴുവൻ മുബീലുമായാണ്. അതായത് ഈ ലോറിയുടെ യഥാർത്ഥ RC ഓണർ എന്ന പേരിൽ ആ കുടുംബം പറയുന്ന മുബീലുമായാണ്. ആ മുബീൽ ആ സമയത്ത് ഒരു പാലം പോലെയാണ് നിന്നത്. കാരണം ഒരു വശത്ത് മനാഫിനെ കുറ്റപ്പെടുത്തി ഈ കുടുംബം സംസാരിക്കുമ്പോൾ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്ന് മനാഫിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തന്റെ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും ആ കുടുംബത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി വരുത്തുക തന്നെയായിരുന്നു മുബീൽ ലക്ഷ്യം വെച്ചത്. ആ അർത്ഥത്തിൽ അവർ ഒന്നിച്ചായിരുന്നു അവിടെ നിൽക്കുകയും ചെയ്തത്. പക്ഷേ ഇതിൽ പല കാര്യങ്ങളും വലിയ ധാരണപ്പശുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറയുമ്പോഴും അത്തരത്തിൽ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ കരുതുകയും ചെയ്ത്. അത്തരം വലിയ പരിഹരിക്കാൻ പറ്റാത്ത വിധമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കരുതുകയും ചെയ്യുന്നു. അതുതന്നെയാണ് മുബീൽ പറയുകയും ചെയ്തിരുന്നത്. ആദ്യഘട്ടത്തിൽ പല രീതിയിലും ഇക്കാര്യം മനാഫിനോട് പറഞ്ഞിരുന്നു. ഈ കുടുംബം പലതവണ മെസ്സേജ് അയച്ചു. എങ്കിലും മനാഫിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ സമീപനം ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നുമുണ്ട്. അത്തരം ചില ഓഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ മനാഫിന്റെ ഫോണിൽ നിന്ന് കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതെല്ലാം ആ കുടുംബത്തിന്റെ ഒരു ആകുലതകൾ അല്ലെങ്കിൽ ഇത്ര വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആ കുടുംബത്തിൽ നിന്നും ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രതികരണങ്ങളാണ് എന്ന രീതിയിൽ മാത്രമാണ് താൻ കരുതിയതെന്നാണ് മനാഫ് പറയുന്നത്. എന്തായാലും ഇനി ആണെങ്കിൽ പോലും ഒരു ചർച്ചകൾക്കുള്ള വഴി താൻ അടയ്ക്കുന്നില്ല. അങ്ങനെ ഒരു ചർച്ചകൾ ഉണ്ടെങ്കിൽ താൻ അത് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആഗ്രഹം തന്നെയാണ് തനിക്കും ഉള്ളതെന്ന് മനാഫ് രാവിലെ നമ്മോട് പറഞ്ഞിരുന്നു. വൈകുന്നേരം മനാഫ് വിശദമായി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞ ശേഷം താൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിപ്പിക്കുമെന്നാണ് മനാഫ് പറഞ്ഞിരിക്കുന്നത്. മനു, യെസ്, അതാണ്. ഏതായാലും അർജുൻ
നമ്മളുടെ എല്ലാം കുടുംബാംഗം എന്ന തരത്തിലാണ് എല്ലാവരും കണ്ടത്. മാധ്യമങ്ങളായാലും ഇവിടുത്തെ സാധാരണ മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകളായാലും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമായാലും കർണാടകയിലെ ആളുകളായാലും എല്ലാം അർജുനും അവിടെ കാണാതായ മറ്റു രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ എന്ന തരത്തിൽ തന്നെയാണ് എല്ലാവരും കണ്ടിരുന്നത്. ആ കുടുംബത്തോടൊപ്പം മനസ്സുകൊണ്ട് നിന്നവരാണ് മലയാളികൾ. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത് കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അത് ഒരിക്കലും ഒരു സെൻസേഷണൽ വാർത്തയാകുന്നുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. ഇനി മറ്റൊരു ഇതുപോലെ എല്ലാവരും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു തർക്കം കൂടി ഉണ്ട്. അത് എറണാകുളത്ത് നിന്നാണ്. ആ വാർത്തയിലേക്ക് കടക്കാം. എം ലോറൻസിൻ്റെ മൃതദേഹം ഏറ്റെടുക്കുന്നതിൽ കമ്മിറ്റി രൂപീകരിച്ചതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണം എന്നാണ് നിർദ്ദേശം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ ആകില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. മൃതദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് നീട്ടാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആശാ ലോറൻസ് നൽകിയ ഹർജിയിലാണ് നടപടി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ നൽകും. ആജ്ഞ, കോടതി തന്നെയാണ് ഈ വിഷയത്തിൽ പ്രിൻസിപ്പളിന് ഒരു തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇതെന്താണ് ഇങ്ങനെ വീണ്ടും ആ പ്രിൻസിപ്പാളിൻ്റെ തീരുമാനം അംഗീകരിക്കേണ്ട എന്ന നിലയിലേക്ക് കോടതി കാര്യങ്ങൾ കൊണ്ടുപോകാൻ കാരണം? മനുഭരത്, അതിന് ശേഷം അതായത് കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്ത ശേഷം ഒരു ഉപദേശക സമിതിയെ രൂപീകരിക്കുകയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, അത് അനാട്ടമി വിഭാഗം പ്രിൻസിപ്പൽ ചെയ്തത്. അതിലാണ് അപാകത ഉണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ മകളുടെയും അതായത് ആശാ ലോറൻസിന്റെയും മറ്റു രണ്ട് മക്കളായ സുജാതയുടെയും സജീവന്റെയും അഭിപ്രായം കേട്ട ശേഷം വേണം ഇതിനൊരു അന്തിമ തീരുമാനമെടുക്കാനെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ആശ മാത്രമാണ് ആ സമയത്ത് ഇങ്ങനെ, അതായത് എം ലോറൻസിന്റെ മൃതദേഹം തന്റെ മതാചാര പ്രകാരം സംസ്കരിക്കാൻ വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇത്തരം ബൈബിളും അല്ലെങ്കിൽ മതാചാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ആശാ ലോറൻസ് എന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനുശേഷമാണ് കോടതി ഇത്തരത്തിൽ, അതായത് ആശയുടെ താല്പര്യം മാനിക്കണം, മൃതദേഹം നൽകാൻ, അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗം പ്രിൻസിപ്പൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം, അത് ഇത്തരത്തിൽ മക്കളോട് ചോദിച്ച ശേഷം മാത്രം മതിയെന്നായിരുന്നു. തുടർന്ന് പ്രിൻസിപ്പൽ ഈ ഉപദേശക സമിതി രൂപീകരിക്കുകയും ഈ മകൾ സുജാതയ്ക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സജീവൻ, അവസാന കാലഘട്ടത്തിൽ ലോറൻസിനൊപ്പം ഉണ്ടായത് സജീവനായിരുന്നു. സജീവന്റെയും മറ്റു രണ്ട് ബന്ധുക്കളായ സാക്ഷികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ വൈദ്യപഠനത്തിന് വിട്ടുകൊടുക്കാമെന്നൊരു അന്തിമ തീരുമാനത്തിൽ എത്തുന്ന അത്തരത്തിലാണ് മൃതദേഹം ഏറ്റെടുക്കാം, അതായത് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. അതിലാണ് ഈ ഉപദേശക സമിതിയെ സ്വാധീനിക്കപ്പെട്ടു. CPM-ന്റെ ഉന്നതതല നേതാക്കൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഈ പാർട്ടി നിയോഗിച്ച ആളുകളാണ് ഈ ഉപദേശക സമിതിയെ നിയന്ത്രിക്കുന്നത് എന്ന് കാട്ടി ആശാ ലോറൻസ് വീണ്ടും കോടതിയിലെത്തുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച കൊടുത്തിരുന്ന ഹർജിയിൽ ഇന്നത്തേക്ക് ഈ ഹർജി പരിഗണിക്കുന്നത് വരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്ന് കോടതി നിർദ്ദേശിക്കുന്നത്. തുടർന്ന് ഇന്നും അതേ കാര്യം തന്നെയായിരുന്നു കോടതി നിർദ്ദേശിച്ചത്. കാരണം ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട്, അതായത് മെഡിക്കൽ സൂപ്രണ്ടിനോട്, അതായത് അനാട്ടമി വിഭാഗം പ്രിൻസിപ്പലിനോട് നിർദ്ദേശിച്ചത് ഇക്കാര്യത്തിൽ ഇവരുമായി ചർച്ച നടത്തിയ ശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്ന് തന്നെയാണ്. അങ്ങനെ അവരുമായി ചർച്ച നടത്തി അവരെ ഒരു കൂട്ടായ തീരുമാനത്തിൽ എത്തിക്കാൻ, അവരെ എല്ലാം അവർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു സമന്വയത്തിൻ്റെ പാതയിൽ എത്തിക്കാൻ സാധിക്കുമോ? അവർക്കിടയിൽ അങ്ങനെ ഒരു സംസാരത്തിനൊക്കെ ഉള്ള ഒരു സ്കോപ്പുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച് ആജ്ഞയ്ക്ക് തോന്നുന്നു? ഒപ്പം തന്നെ ഈ പ്രശ്നം അത് കുറെ കൂടി രമ്യമായി പരിഹരിക്കാനുള്ള എന്തെങ്കിലും വഴികൾ ഇപ്പോഴും അവർക്ക് മുന്നിലുണ്ടോ? കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് ജീവിച്ച് മരിച്ച ആൾ തന്നെയാണ് എം ലോറൻസ്. അദ്ദേഹം ഇപ്പോഴും, അതായത് മരിക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന ടാഗ്ലൈനോട് കൂടി തന്നെയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ജ്യോതിബസം മുതൽ ഇങ്ങോട്ടാണ് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചു തുടങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ തുടർന്ന് പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഇത്തരത്തിൽ
കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മാത്രമല്ല, മുതിർന്ന അതായത് പൊളിറ്റിക്കലായാലും അല്ലെങ്കിൽ സമൂഹത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന അല്ലെങ്കിൽ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ ആളുകളൊക്കെയും ഇത്തരത്തിൽ തങ്ങളുടെ ബോഡി മതാചാര പ്രകാരം സംസ്കരിക്കണമെന്ന് വാശി പിടിച്ചിരുന്നില്ല. അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാതൃകാപരമായ തീരുമാനം കൈക്കൊണ്ടിരുന്നു. ആ കാര്യം തന്നെയാണ് MM ലോറൻസിന്റെ കാര്യത്തിൽ. അദ്ദേഹം ഇങ്ങനെ വാക്കാൽ പറഞ്ഞു എന്നല്ലാതെ ഉടമ്പടികളൊന്നും കാണിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബില്ല് തയ്യാറാക്കിയത് കാണിക്കാൻ മക്കൾക്കായില്ല. അവിടെയാണ് ഈ സജീവൻ, ML സജീവൻ, അതുപോലെ ML സുജാതയും പരാജയപ്പെട്ടു പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇക്കാര്യത്തിൽ അതായത് 21-ാം തീയതിയാണ് MM ലോറൻസ് അന്തരിക്കുന്നത്. 23-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇങ്ങനെ മെഡിക്കൽ കോളേജിന് കൈമാറുന്ന ചടങ്ങ് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത്. ആ 4 മണിക്ക് അതിനു മുൻപായിട്ടാണ് ഈ മക്കൾ ആശ ലോറൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് മതാചാര പ്രകാരം തന്റെ അച്ഛന്റെ മൃതദേഹം സംസ്കരിക്കണം. അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ പരിചരിച്ചിരുന്ന ആൾ അദ്ദേഹത്തിന് ബൈബിൾ ഓതി കൊടുത്തിരുന്നു. തങ്ങളുടെ 4 മക്കളുടെയും വിവാഹം നടത്തി കൊടുത്തത് മതാചാര പ്രകാരമായിരുന്നു. ചെറുമക്കളുടെ എല്ലാ മാമോദിസ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചത് മതാചാര പ്രകാരമാണ്. ഇതൊക്കെ കാണിച്ചുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ അദ്ദേഹം അർഹിക്കുന്നില്ല എന്ന് കാണിച്ചായിരുന്നു ആശാ ലോറൻസ് ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയത്. ആ ഹർജിയെ പരിഗണിച്ചാണ് ജസ്റ്റിസ് BG അരുൺ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തുന്നത്. ആശയുടെ കൂടി കൺസേൺ അറിഞ്ഞ ശേഷം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അത് പ്രത്യേകിച്ചും അനാട്ടമി വിഭാഗം പ്രിൻസിപ്പൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇപ്പോൾ ആശ ഉന്നയിക്കുന്ന ആവശ്യവും ഈ അനാട്ടമി വിഭാഗം പ്രിൻസിപ്പലിനേക്കാൾ ഉയർന്ന പദവിയിലുള്ള ആൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ആകെ വെച്ചിരിക്കുന്ന ആവശ്യവും അങ്ങനെയാണ്. അതായത് ഈ അനാട്ടമി വിഭാഗം പ്രിൻസിപ്പൽ അതിൽ ഒരു ഉപദേശക സമിതി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ മക്കൾ 3 പേരെയും, ഒരാൾ മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്ന 3 പേരെയാണ്, അത് ആശ, സുജാത, സജീവൻ. സുജാതയോട് ചോദിച്ചപ്പോൾ സുജാതയ്ക്ക് ഇതുമായി കൃത്യമായി നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വേണം എന്ന്. അതേസമയം സജീവൻ അവസാന ഘട്ടത്തിൽ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നതാണ്. ഈ സജീവനാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, ലോറൻസ് പറഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 2 സാക്ഷികളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അന്തിമ തീരുമാനത്തിലെത്തുന്നത്. വൈദ്യ പഠനത്തിന് MM ലോറൻസിന്റെ മൃതദേഹം ഏതായാലും ഇത് 2 പേരും ഇതിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതായിരിക്കും അത് ഏറ്റവും നല്ലൊരു കാര്യം ശ്രീ MM ലോറൻസിന് ചെയ്യാൻ കഴിയുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിലെ ഇടത് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും വളരെ ആദരിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു MM ലോറൻസ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി ഇങ്ങനെയൊരു തർക്കം കാണാൻ ഈ കേരളം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ വസ്തുത. അതിൽ നിയമ നടപടികൾ എങ്ങനെയായിക്കോട്ടെ, പക്ഷേ സമന്വയത്തിൻ്റെ പാതയിൽ എത്താൻ ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കഴിഞ്ഞേ മതിയാകൂ എന്നാണ് നമ്മൾ കരുതുന്നത്. ഇനി മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർക്ക് മുൻഗണന നൽകണം. തൊഴിൽ ദാതാവുമായി കരാറിലേർപ്പെടാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിന് നിയന്ത്രിക്കാൻ ആകുമോ എന്ന് പരിശോധിക്കണം. ചൂഷണം അവസാനിപ്പിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഹർജികളിലെ ആവശ്യങ്ങളെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. മൊഴി നൽകിയ പലരും പ്രതികളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അതിന് ഇരകളെ നിർബന്ധിക്കാൻ ആകില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നവമി ദിനേശ് നൽകും. നവമി, ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പലരും നൽകി. ഒരു മേക്കപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു യുവതി അത് തുടർന്ന് കേസുമായി മുന്നോട്ട് പോയി എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ മറ്റ് അധികം ആളുകളൊന്നും പരാതിയുമായി വന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരെ നിർബന്ധിക്കാനാകില്ല എന്ന നിലപാട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ചൂഷണം അവസാനിപ്പിക്കാൻ ഉള്ള ഒരു നീക്കം ഉണ്ടാകണം എന്ന ഒരു ഉറച്ച നിലപാട് എല്ലാ കോണുകളിൽ നിന്നുമുണ്ട്. കോടതി അതിന് വേണ്ട പിന്തുണ നൽകുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർക്ക് മുൻഗണന നൽകണം എന്ന് കോടതി പറയുമ്പോൾ എന്താണ് അതിന് അർത്ഥമാക്കുന്നത്? മനു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഇന്നായിരുന്നു അതിന്റെ ഹർജി പരിഗണിച്ചത്. അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും കോടതിയിൽ ഹാജരായിരുന്നു. DIG അജിത ബീഗം, AIG പൂങ്കുഴലി എന്നിവരാണ്
ഇന്ന് കോടതിയിൽ ഹാജരായത്. ഇവരിൽ നിന്നും കോടതി ചില വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഒപ്പം ഇവർ കണ്ടെത്തിയ റിപ്പോർട്ടുകളും ഇവരുടെ കണ്ടെത്തലുമെല്ലാം മുദ്രവെച്ച കവറിൽ, അന്വേഷണ സംഘം എടുത്ത നടപടികളുമെല്ലാം മുദ്രവെച്ച കവറിൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേൽ വ്യക്തമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്, എന്നാൽ പരാതിക്കാർ കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യം കാണിക്കുന്നില്ല എന്ന് അന്വേഷണ സംഘം പറഞ്ഞു. ഇരകളെ നിർബന്ധിക്കാനാകില്ല എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. ഒപ്പം മൊഴി നൽകിയ പലരും പ്രതികളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേൽ പല ആരോപണങ്ങളും, അതായത് ചില സിനിമാ മേഖലയിലെ നടന്മാർക്കെതിരെ ഉൾപ്പെടെ ചില നടിമാർ ആരോപണം ഉന്നയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരാരും ഈ വിവാദം അത്രയും വലിയ രീതിയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വിവാദം കൊഴുത്തു നിൽക്കുമ്പോൾ പോലും പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറയാൻ തയ്യാറായിട്ടില്ല, പോലീസിനെ സമീപിക്കാനും തയ്യാറായിട്ടില്ല. അവരപ്പോഴും ഈ സർക്കാർ ഉൾപ്പെടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ രഹസ്യ സ്വഭാവത്തിലാണ് അവർ പറഞ്ഞത്. ഈ മൊഴി നൽകിയ അതിജീവിതകൾ പറയുന്നത്, ഇത് തങ്ങൾ വളരെ രഹസ്യമായി പറയുന്നതാണ്, ഇതൊരിക്കലും പുറത്തു പോകരുത്, തങ്ങളുടെ പേരുൾപ്പെടെ പുറത്തു പോകരുതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ ആരോപണം ഉന്നയിക്കുന്ന നടിമാരെയൊക്കെ സമീപിച്ചപ്പോൾ അവരാരും പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയത്. മറ്റൊരു കാര്യം, കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന സുപ്രധാന പരാമർശം, സിനിമാ മേഖലയിൽ എന്ത് നടക്കുന്നു എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തണം, ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർക്ക് മുൻഗണന നൽകണമെന്നും കോടതി പറഞ്ഞു. ഒപ്പം ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളണം. അതാണ് ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഏതായാലും ഈ തൊഴിൽ ദാതാവിന് കരാറിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിന് നിയന്ത്രിക്കാനാകുമോ എന്ന് കോടതി ഉയർത്തിയ സംശയം സ്വാഭാവികമായും അങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഏതായാലും ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പരാതി നൽകിയ നടിമാർ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സ്വാഭാവികമായും പോലീസിലും ആ പരാതി നൽകാൻ തയ്യാറായാൽ മാത്രമേ സിനിമാ മേഖലയിലെ ചൂഷണം പൂർണ്ണമായി അവസാനിക്കൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇന്നത്തെ സ്പോട്ട് ലൈവ് ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വ്യത്യസ്തമായ വിഷയങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നന്ദി.